Good afternoon, sir. Yes, good afternoon. Good afternoon, sir. Yes, good afternoon. Good Soumya. afternoon, sir. Okay, Ashley Mold. Good afternoon, sir. Okay, Krishna Priya. Okay, Nadia. Good afternoon. Yes, good Good afternoon, afternoon. sir. Okay, let's start. Prayer. Nushadite. ആയില്ലെങ്കിൽ ഞാൻ പറയാം. Yes. എനിക്കറിയുള്ളൂ കേട്ടോ. Okay, okay. കരുണാതൻ കാതലി കൈതൊഴാം സ്നേഹക്കരണേ ദൈവമേ കൈതൊഴാം മഹിമാതൻ കോവിലി കൈതൊഴാം മഹിതൻ വെളിച്ചമേ കൈതൊഴാം സ്നേഹക്കടലേ ദൈവമേ കൈതൊഴാം ഒരു ചെറു കൈത്തിരി എന്തി ഞാൻ അരികിലായ അർച്ചന കുത്തമേ അഖില പ്രകാണ്ഡ പ്രകാശമേ മാപ്പു നീ ഗണേശ്വര. ഇതൊക്കെ കയ്യിലുണ്ടായിട്ടാണ് അജി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എന്റെ സൈനിങ് ഓൺ. Good afternoon, all. First of all, I would like to welcome our teacher, Job sir, to the class session. I especially welcome all of you. Thank you all for joining us today's class session. Get ready for a memorable time and great experience. Okay, okay, okay. Let us start. ഒന്നുമില്ല. യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന ആ ചാപ്റ്റർ റിലേറ്റീവ് പ്രോനൗണൊക്കെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചെറിയൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയും. ഇന്നത്തേൽ നമുക്ക് കുറച്ച് എഴുത്തുണ്ടാവും. യെസ്, ഗെറ്റ് റെഡി. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം പേപ്പറിന്റെ മുകളിൽ എഴുതുക മിഡ് ടേം എക്സാമിനേഷൻ. ഹെഡിങ് എഴുതുക മിഡ് ടേം എക്സാമിനേഷൻ. ഓക്കെ, എഴുതിയോ? യെസ്. എന്നിട്ട് റോമൻ ലെറ്റർ 1, റോമൻ ലെറ്റർ 1. യെസ്. അതിന്റെ അടിയിൽ എഴുതുക, അല്ല അതിന്റെ അടിയിൽ നേരെ എഴുതുക fill in the blanks, fill in the blanks with correct CORRECT, correct article ARTICLE. Fill in the blanks with the correct article. അത് റോമൻ ലെറ്റർ 1 എഴുതുക. ഓക്കെ, അതിന്റെ അടിയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1 എഴുതിക്കോ. He is dash intelligent, INTELLIGENT, intelligent boy. He is dash intelligent boy. ഓക്കെ, അതിന് ABC എന്ന് പറയുന്ന 3 ആൻസർ എഴുതിക്കോ. A and B, A, C, D. ഓക്കെ, നവമി ഉത്തരം പറയൂ. നവമി സജി. യെസ്. ആതിര എം. പറഞ്ഞോളൂ, ഇതിന്റെ ആൻസർ ഏതാണ് ആതിര? ആതിര അത് എഴുതിയില്ലാന്ന് തോന്നുന്നു.
ഇല്ലേ? ഉറക്കം പറയും, ശബ്ദമില്ല. യെസ്, സമീറ. സമീറ. യെസ്. ലാഹൻ. ലാഹൻ. അതിന് and intelligent പറയൂ ലാഹൻ. and intelligent And intelligent. It's correct answer. സംശയാർക്കെങ്കിലും ചോദിച്ചേക്കപ്പോ ആൻഡ് എന്നുള്ള ടിക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 2. അതിന് ശബ്ദം കേൾക്കുന്നുണ്ടായില്ല. ഓക്കെ ഓക്കെ, ഞാൻ വരാം. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീച്ചർ, രണ്ടാമത്തെ ചോദ്യം. ടീച്ചർ asked, asked, asked me dash easy, EASY, easy question dash easy question. അടിയില് ABC എന്ന് പറയുന്ന മൂന്നത്തെ എഴുതിക്കും. നേരത്തെ എഴുതിയതിന്റെ ആൻഡ് ABC എന്ന് പറഞ്ഞിട്ട് 3 മൾട്ടിപ്പിൾ ചോയ്സ് എഴുതിയിട്ടു. ഓക്കെ. അക്സാക്ക് ജോയ്. എ. അജി കെ എം. The easy question. ജിസ്ന എൻ. ഷെഫീന ഷോഡിമ. Sir, the easy question. ഷോഡിമ. And നോക്കി, നിങ്ങൾ എന്താ തെറ്റിക്കണത്? ടീച്ചർ ആസ്ക്ഡ് മീ, ടീച്ചർ എന്നോട് ചോദിച്ചു. പിന്നെ വല്ല വാക്കി ഈസി തന്നെ. AEIOU വവ്വൽസിൽ പെട്ടതല്ലേ ഈ. അപ്പൊ വവ്വൽ സൗണ്ട് കൂടി ആരംഭിക്കണേ. അപ്പൊ അവിടെ എ വരൂല്ലല്ലോ. ആൻ ഈസി ക്വസ്റ്റ്യൻ. നിങ്ങൾ ആ ഈസി എന്നുള്ളതിന്റെ തൊട്ടു മുന്നിലുള്ള ഏറ്റവും ഫസ്റ്റ് പെട്ടെന്നാണ് ഈ വവ്വൽ സൗണ്ടിൽ പെട്ടതാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരാൻ കാരണം, ആൻ വരാൻ കാരണം. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതില്ല അതൊക്കെ. യെസ്, ഇത് പറ്റി മറന്നുപോയ. അടുത്തത് അമീഷ. sir, ഓക്കെ, അമീഷയുടെ ആൻസർ പറയുന്നത് and easy question. Okay, thank you, sir. Sir, range issue ഉണ്ട്, കേൾക്കാൻ പറ്റുന്നുണ്ട്. സാറിന് സൗണ്ട് ബ്രേക്ക് ആയി പോകുന്നു. എല്ലാവർക്കും അങ്ങനെയല്ലോ? ഇല്ല. അപ്പൊ ഓക്കെ ഓക്കെ, ചോദ്യം ഇതാണ്. ഷീ അല്ല, ഇറ്റ് സ്മെൽസ്, SMELLS, smells. It smells very delicious, DELICIOUS, delicious in dash kitchen, KITCHEN, kitchen. It smells very delicious in dash kitchen. Okay. ഇനി അതിന്റെ നേരെ അടിയിൽ ABC പറഞ്ഞത് നേരത്തെ പറഞ്ഞ 3 ആൻസർ എഴുതിക്കോളൂ. ആൻഡ് AD. യെസ്, എനിക്കിതാ. ഓക്കെ, അമീഷ ആൻസർ പറയാമോ? It smells very delicious in the kitchen. In the kitchen. Okay, very good. Next question. Please, അടുത്ത ആൻസർ പറയേണ്ടത് കൃഷ്ണപ്രിയ. Please give me dash glass of water. Please give me dash glass of water.
അതിന്റെ അടിയിൽ ABC എന്ന് എഴുതിയിട്ട് ആൻഡ് AD അതിന് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ഓക്കെ. കൃഷ്ണപ്രിയ ആൻസർ എന്താണ്? A glass of water. A glass of water. Okay, Shonima. Okay, Sajana. Yes, correct. Anikita, Soumya, correct. Yes. Another question. Dash earth is round. Soumya answer paranam. Dash earth is round. അടിയിൽ ബ്രാക്കറ്റിൽ ABC ആയിട്ട് നേരത്തെ പറഞ്ഞ അതേ ആൻസർ എഴുതുക. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും മനസ്സിലൊരു ആൻസർ വിചാരിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പറയുന്ന ആൻസർ നിങ്ങൾ വിചാരിച്ചു തന്നെയാണോ എന്ന് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. യെസ്, പറഞ്ഞോളൂ സൗമ്യ. ദി എർത്ത്. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ്. ദി എർത്ത്. കാരണം പ്രപഞ്ചത്തിൽ ഒരെണ്ണമുള്ള സംഗതികളുടെ കൂടെ ദി വരും എന്ന് പറയും. ഭൂമി എന്ന് പറയുമ്പോൾ ഒരെണ്ണമുള്ളൂ. ഇനി അടുത്തത് റോമൻ ലെറ്റർ 2 റോമൻ ലെറ്റർ 2. റോമൻ ലെറ്റർ 2. ആ റോമൻ ലെറ്റർ 2 നേരെ എഴുതിക്കും. fill in the blanks using using correct CORRECT, correct form of the FORM, form of the verb, VERB, verb. I will repeat. Fill in the blanks using correct form of the verb. അതിന്റെ അകത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫസ്റ്റ് ഒന്നാമത്തെ ചോദ്യം എഴുതിക്കോ. A boy, Nancy മറുപടി പറയണേ. A boy and a girl dash sitting in the park. അതിന്റെ ഇടയിൽ 3 ആൻസർ എഴുതിക്കോ. A. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാമോ? പറയാം. A ഇത് എഴുതിക്കോട്ടെ യൂണിസ്, ഞാൻ പറഞ്ഞോളാം. A R A R E R. B is. B എന്നുള്ളത് is. C and am. ഓക്കെ, പൂരിപ്പിച്ചോളൂ. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. A boy and a girl dash sitting in the park. Nancy, Shonima, Nancy, Anila. Nancy. Aishwarya. R is the correct answer. A boy ഉണ്ട്, A girl ഉണ്ട്. അപ്പൊ ആറാണ്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം. The girl as well as her parents, PARENTS, as well as her parents dash sitting in the park. I will repeat. The girl as well as her parents dash sitting in the park. അടിയിലെ 3 ആൻസർ. A R A-R-E R. B is. C am. Tasneem. R. Arya.
അബീന ഹാരിസ് 6. 6. ഷെഫീന 6. ജുഫീന 6. അജിത 6. സാജന ഈസ് അല്ലേ? ഈസ്. എന്തുകൊണ്ടാണ് ഈസ് എന്ന് പറയാൻ കാരണം? ഗേൾ ആൻഡ് അവളുടെ പേരൻസ് അവിടെ ഹെർ ആണല്ലോ വരുന്നത് മെയിൻ ആയിട്ട്. അയ്യോ തെറ്റിപ്പോയി. യെസ്. അപ്പൊ സജന ഉത്തരം ശരിയാണ്, പക്ഷെ പറഞ്ഞ കാരണം തെറ്റിപ്പോയി. ആസ് വെൽ ആസ് എന്ന് പറഞ്ഞ സംഗതി ഉണ്ടെങ്കിൽ അതിന് തൊട്ട് മുമ്പുള്ളതാണ് സബ്ജക്റ്റ് ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. തൊട്ട് മുമ്പുള്ളതാണ് ഗേൾ, ഒരാളേ ഉള്ളൂ. ഈസ് ആണ് കറക്റ്റ്. എന്റെ മക്കളെ നിങ്ങളൊക്കെ മറന്നുപോണ്ട. ഇക്കണക്കിന് പോയ യെസ് എവിടെ ഞാൻ വളരെ ബുദ്ധിയുള്ളത് വിചാരിക്കുന്ന ആൾക്കാരെ പോലും തെറ്റിക്കുന്നു. മൂന്നാമത്തെ ചോദ്യം. The number of NUMBER, number of books, BOOKS, books in the shelf, SHELF, shelf dash reduced, REDUCED. I will repeat. The number of books in the shelf dash reduced. അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. A ARE, B AM, C is. C correct answer പറയൂ. C is. ഞാനിപ്പോ ഒരാളെ കൂടി ചോദിക്കാം. യുനൈസ് PA ഈസാണ്, കറക്റ്റ് ആണ്. ബുക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലൂറൽ അല്ലേ, 6 എഴുതാൻ വയ്ക്കും. പക്ഷെ ബുക്സ് അല്ല സബ്ജക്റ്റ്. ബുക്കിന്റെ എണ്ണമാണ്, എണ്ണം സിംഗുലർ ആണ്. നമ്പർ ഓഫ് ബുക്സ് ഇൻ ദ ഷെൽഫ് ഈസ് റെഡ്യൂസ്ഡ്. ഈസ് ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നത്തിങ് NOTHING, nothing dash impossible, IMPOSSIBLE, nothing dash impossible. എനിക്കിതാണ് ആൻസർ പറയേണ്ടത്. അടിയിലെ മൾട്ടിപ്പിൾ ചോയ്സ് എഴുതിക്കോ. A and ഹമീഷ, B R, C have, HAVE, have. സജന അങ്കിത ആൻസർ പറഞ്ഞോളൂ. Sir, option and have. Is or have? Is. Nothing is impossible, sir. Nothing is impossible. Yes, correct answer. Is ആണ് correct answer. Question number 5. More than one boy dash playing outside. ഷാമിയാണ് ആൻസർ പറയേണ്ടത്. More than one boy dash playing outside. അടിയില് 3 ആൻസർ എഴുതിക്കോ. R B is, C were, R is were. പറഞ്ഞോളൂ ഷാമി. More than one boy were playing. Were. വിസ്മയ. വീട്ടി. അഭിരാമി.
ഈസല്ലേ സാർ? ഈസ. ഈസാണ്. ഒരു കുട്ടിയേക്കാൾ കൂടുതൽ. അതിൽ കൂടുതൽ എത്ര എണ്ണോ എന്ന് പറഞ്ഞത് കൂടുതൽ എന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ. കറക്റ്റ് ആൻസർ ഈസാണ്. ഈസാണ്. ഈസ് ദ കറക്റ്റ് ആൻസർ. യെസ്. ഇനി റോമൻ ലെറ്റർ 3 എഴുതുക. 3 റോമൻ ലെറ്റർ 3 എഴുതിക്കോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്. ഒരു എന്തുകൊണ്ടാ ഈസ് വന്നേന്ന്? മോർ ദാൻ എന്നുള്ളതുണ്ട്. ഒരു കുട്ടിയേക്കാൾ കൂടുതൽ. ഓക്കെ, 1 ബോയ്. യെസ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. റോമൻ ലെറ്റർ 3 എഴുതുക. റോമൻ ലെറ്റർ 3 എഴുതുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് using USAEG, using the correct CORRECT, correct form of the FOR, form of the verb VERB, verb given, GIVEN, given. Fill in the blanks using the correct form of the verb given. അതിന്റെ അടിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇരിക്കും. First question. Question number 1. Here you go. If I practice PRACTICE. If I practice, I dash better. I dash better. Okay. ഇനി ഇതിന്റെ അടിയിൽ 3 ആൻസർ ഇരിക്കും. എ വിൽ ഗെറ്റ്, കോമ ബി വുഡ് ഗെറ്റ്, WOULD, വുഡ് ഗെറ്റ്. വിസ്മയുടെ മറുപടി പറയണ്ടേ. വുഡ് ഗെറ്റ്. സി ഗോട്ട്, GOT. വിസ്മയുടെ നേരത്തെ ചോദിച്ചാണ്. പറയാം സാർ. പറയാം. ഇതിന്റെ ആൻസർ പറയാമോ? ഏത് വരും? If I practice, I will get. കറക്റ്റ് ആൻസർ. I will get. പ്രാക്ടീസ് പ്രസന്റൻസ് ആണ്. അപ്പുറത്ത് വില്ല് വരും. വില്ല് വരാം, ക്യാൻ വരാം, ഷാല് വരാം. മറ്റുള്ളവർ മനസ്സിൽ വിചാരിച്ചത് അത് തന്നെ അല്ലേ എന്ന് ചിന്തിക്കുക. അതെല്ലാം വേറെയാണെന്ന് മനസ്സിൽ വിചാരിച്ചതെങ്കിൽ സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. യെസ്. Question number 2. If Mercy, MERCY, Mercy had time, if Mercy had time, if Mercy had time, she dash her boyfriend. If Mercy had time, she dashed her boyfriend. Okay. അടിയില് 3 ആൻസർ എഴുതുക. എ വിസിറ്റ്സ്, VISITS. അഭിരാമിയാണ് മറുപടി പറയേണ്ടത് കേട്ടോ. VISITS, വിസിറ്റ്സ്. എ എന്ന് എഴുതാൻ. ബി will visit, WILL, will visit. C would, WOULD, would visit, would visit. Okay, Abhirami, answer for you. Will visit. Will visit. Adina is Noora. Would visit. Would visit. Had എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ past tense ആണ്. Had മാത്രമേ ഉള്ളൂ. Had വരുള്ളൂ. Had വന്നു കഴിഞ്ഞാല് would വരുള്ളൂ. കറക്റ്റ് ആൻസർ. യെസ്. ഒന്നുകൂടി ഒക്കെ നോക്കണേ അതൊക്കെ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. നമ്പർ ഇട്ടേക്കട്ടെ. നമ്പർ ഞാൻ എടുത്തിട്ടേക്കുന്ന നമ്പർ കറക്റ്റ് ഇല്ല. ചോദ്യം ഇതാണ്. If
I were, W-E-R-E. I were you, Y-O-U. If I were you, I share, S-H-A-R-E. Share, sorry. Share എഴുതിക്കോ, ഇപ്പൊ എഴുതിയില്ലേ? Share the room. Share the room. ചോദ്യം ഒന്നുകൂടി പറയാം. If I were you, I share the room. ആ ഷെയർ എന്നുള്ളത് ബ്രാക്കറ്റ് ഇടും. ഷെയർ മാത്രം ബ്രാക്കറ്റ്. ഞാൻ അവിടെ ഡാഷ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ബ്രാക്കറ്റ് എന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കും. എ will share, B would share, C would have shared. Yes, ഞാൻ ആരോടാണ് ആൻസർ പറയാൻ പറഞ്ഞത്? നൂറിനോടാണോ? If I were you, I would share. നൂറ, I would. If I were you, I would share. I would share. Okay, ഷാമി പറഞ്ഞത് കറക്റ്റ് ആണ്. I would share. ഓക്കെ. ഇനി അടുത്ത റോമൻ ലെറ്റർ 4 എഴുതുക. റോമൻ ലെറ്റർ 4 എഴുതിയ. യെസ്. എന്നിട്ട് ചോദ്യം എഴുതേണ്ടത് റോമൻ ലെറ്റർ 4 കേട്ടോ. റോമൻ ലെറ്റർ 4 നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. യെസ്. അപ്പൊ അടുത്ത ആൻസർ പറയേണ്ടത് നാദിയാണ്. നാദിയ എന്റെ ചോദ്യം എഴുതിക്കും. fill in the blanks using USING, using correct, 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 reflexive, REFLEXIV, reflexive, pronoun, PRONOUN, pronoun. I will repeat the question. Fill in the blanks using the correct reflexive pronoun. അതിന്റെ അടിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 1. 1 പറയട്ടെ. The bird, BIRD, bird flies by, FLIES, flies by dash. Flies by dash. Okay. And അടിയിൽ ABC 3 ആൻസർ എഴുതിക്കോ. A itself, B themselves, 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 C bird self, BIRD, bird, SELF, bird self. Nadia, ഞാൻ ഈ പറഞ്ഞെല്ലാം എഴുതിയെടുക്കണം കേട്ടോ. നിങ്ങൾ എഴുതിയെടുത്തില്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത്, എഴുതിയെടുത്തില്ല എങ്കിൽ ആത്മഹത്യാപരമായ ഒരു നീക്കമായിരിക്കും. യെസ്, നദിയ മിണ്ടുന്നില്ല. ജുഫീന വിസ്മയ, Itself. ഓക്കെ. ജുഫീന ഇസ് എ കറക്റ്റ് ആൻസർ. Itself, കറക്റ്റ്. സംശയം ചോദിച്ചേക്കാം. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 2. ഓക്കെ അമീഷ. യെസ്, നെക്സ്റ്റ് അമീഷനെ ഇതിനകത്ത് കാണുന്നില്ലല്ലോ. 31 പേരല്ലോട്. 3, 2007, 10. ഓക്കെ. യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. He will do, രണ്ടാമത്തെ ചോദ്യം. He will do it
it by by he will do it by he will do it by dash. അടിയിൽ എ ബി സി മൂന്ന് ആൻസർ എഴുതിക്കോ. എ ഇറ്റ്സെൽഫ് അജിതയാണ് പറയേണ്ടത്. അജിത. എ ഇറ്റ്സെൽഫ്. ബി ഹിംസെൽഫ് HIMSELF. C herself HERSELF. herself, sir. എന്തുകൊണ്ട് herself എന്ന് പറയും? ഓക്കെ herself. ഓക്കെ ചോദ്യം Sir, ഒന്ന് വായിച്ചാ. she will do it by ഓക്കെ ഐശ്വര്യ ആൻസർ ഏതാണ്? himself. Is that correct answer? അജിത പെൺകുട്ടി ആകുമ്പോഴേ herself വരുള്ളൂ. ഇവിടെ ഹീ അല്ലേ പറയണേ. അപ്പൊ തിരിഞ്ഞേ ഞാൻ ക്വസ്റ്റ്യൻ ഷീന്നാണ്. അപ്പൊ അതിനാണെങ്കിൽ ശരിയാണ്. ഓക്കെ ഞാൻ ഹീ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ അജിത് എഴുതിയിരിക്കുന്ന ഷീ എന്നാണെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ അതാണ് അജിതിനോട് വായിക്കാൻ പറഞ്ഞത്. ഞാൻ വായിച്ചപ്പോ കേട്ടപ്പോഴും ഹീ എന്നാണ് എനിക്ക് തോന്നിയത്. ഓക്കെ ഞാൻ എഴുതി. അതുകൊണ്ട് നോ പ്രോബ്ലം. അജിതൊക്കെ അങ്ങനെ തെറ്റുള്ളത് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഒന്നുകൂടി ചോദിച്ചത്. കൺഫേം വായിക്കുന്നത്. ഡോണ്ട് വറി അജിത. ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3. ഷീ സ്പെല്ലിംഗ് പറയാം. SHE. ഷീ hurts HURTS. നവമി ആൻസർ പറയണം കേട്ടോ. HURTS. ഷീ hurts dash. അടിയില് 3 ആൻസർ എഴുതിക്കോ. ABC 3 A hurt self HURT hurt self. B himself. C herself. Yes. Naomi? Herself. Herself. ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. നമുക്ക് കിട്ടില്ല. Range issues ഉണ്ട്. അത് കാരണം. No problem. Very good. Yes, correct ആണ്. അല്ല herself. അടുത്ത ക്വസ്റ്റ്യൻ. They enjoy. Question number 4. They enjoy ENJOY. Enjoy dash. They enjoy dash. ABC അതിന്റെ അടിയിൽ 3 ആൻസർ എഴുതിക്കോ. A themselves THEMSELVES themselves. B himself HIMSELF himself. C herself. herself. Okay. Adira M themselves. Is a correct answer. Some should be choice. Correct answer. Themselves. അടുത്തത് question number 5. Okay, themselves. She hanged 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 dash. അടിയിൽ ABC 3 ആൻസർ എഴുതിക്കോ. himself herself itself 3 ആൻസർ കേട്ടോ. ABC himself herself itself. Herself. Okay, Lagan. Herself. Okay. Yes. Very good. അടുത്തത് റോമൻ ലെറ്റർ 5 ഇട. റോമൻ ലെറ്റർ 5.
റോമൻ ലെറ്റർ 5 ഇടാം കേട്ടോ. യെസ്. എന്നിട്ട് അതിന്റെ അടിയിൽ അതിന്റെ നേരെ എഴുതിക്കും fill in the blanks, fill in the blanks using USING, using appropriate APP RO PRI AT, appropriate relative RE LA PAVE, relative pronoun PRO NOUN pronoun. Fill in the blanks using appropriate relative pronoun. Okay. അതിന്റെ അടിയിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ചോദ്യം ഇതാണ്. I know KNOW. I know the lady LADY. Lady. I know the lady. I know the lady dash son dash son is my classmate. ഒന്നുകൂടി പറയാം. I know the lady dash son is my classmate. Okay. അതിന്റെ അടിയിൽ ABC മൂന്ന് ആൻസർ. A whose, WHOSE, whose. അക്ഷയക്ക് ജോയി ആണ് ആൻസർ പറയേണ്ടത്. whose. B who. Who. C whom. ഓക്കെ, പൂരിപ്പിച്ചോളൂ. അക്സ ആൻസർ പറയും. ക്വസ്റ്റ്യനില് ഡാഷ് കഴിഞ്ഞിട്ടുള്ളത് ഒന്നുകൂടെ പറയോ? ഡാഷ് സൺ, SON, സൺ ഈസ് മൈ ക്ലാസ്മേറ്റ്. ഈസ് മൈ ക്ലാസ്മേറ്റ്. അക്സക്ക് ജോയ്. ഹും ആണോ? ഹും ആണോ? അജി, ഞാൻ പറയട്ടെ അക്സ? Yes, sir. പറയൂ അജി. Whose son is my classmate? Whose son? ആരുടെ മകനാണോ മൈ ക്ലാസ്മേറ്റ്? Whose son? Yes. Okay. Whose son? നേരെ മറിച്ച് അവിടെ സൺ എന്നുള്ളത് ഇല്ല എന്ന് വിചാരിക്കുക. സൺ എന്നില്ല, ഇങ്ങനെ വിചാരിച്ചാൽ മതി. I know the lady dash is my classmate. അങ്ങനെയാണെങ്കിൽ അജിക്കയും എന്ത് വരും അവിടെ? അവിടെ സൺ തന്നെ വേടില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? ഈ മൂന്ന് തരം ഹൂസും ഹൂ ആണെന്ന് വിചാരിച്ചു. എന്ത് വരും അജി അവിടെ? Whose son is my classmate? Oh. Jiska. sir. പറഞ്ഞോളൂ ആൻസർ. Who. പേര് പറയുന്നില്ല, കറക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ അത് തോൽപ്പിടിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. എഴുതി കാണിച്ച എല്ലാവർക്കും അത് രേഖപ്പെടുത്തുന്നു. ഓക്കെ, ഹൂ ആണ്. ഹൂ ഈസ് മൈ ക്ലാസ്മേറ്റ്. എന്റെ ക്ലാസ്മേറ്റ് ആയ ആ ലേഡിയെ ഞാൻ അറിയുന്നു. നമ്മുടെ ഇവിടുത്തെ ആൻസർ ഹൂസ് ആണ്. എനിക്ക് ഐ നോ ദ ലേഡി, എനിക്ക് ആ പെൺകുട്ടി അറിയാം. ഹൂസ് സൺ, ആരുടെ മകനാണോ ഈസ് മൈ ക്ലാസ്മേറ്റ്. അപ്പൊ ആ പെൺകുട്ടിയുടെ മകൻ ആരാണ്? എന്റെ ക്ലാസ്മേറ്റ് എന്നാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. That is the place. അടുത്തത് ഷോണിമായിട്ട് ആൻസർ. That is the place, PLACE, place. That is the place dash I saw, SAW,
Kandu. I saw him. That is the place dash I saw him. Okay, adil A, B, C. Answer A. When, W-H-E-N, when. B, W-H-E-R-E, where. Where. C, W-H-O, who. W-H-O, who. Who. Okay, show him answer for you. Where ആണോ sir? ആണോ എന്നല്ല, ആണ് കറക്റ്റ് ആൻസർ. Where. That is the place where I saw him. Okay. വേറെ എഴുതിക്കാണിച്ച് എല്ലാവർക്കും നന്ദി. Okay, that is the place. അതാണ് സ്ഥലം. Where I saw him. എവിടെ വെച്ചാണോ ഞാൻ അവനെ കണ്ടത്, ആ സ്ഥലം അതാണ്. കണ്ടോ? That is the place where I saw him. എവിടെ വെച്ചാണോ ഞാൻ അവനെ കണ്ടത്, ആ സ്ഥലമാണത്. Question number 3. അടുത്തത് അമീഷക്കാണ്. This is the boy. This is the boy. Dash is my friend. F-R-I-E-N-D. Friend. Okay, I will repeat. This is the boy. Dash is my friend. Adila A, B, C. More answer. A. Whom. W-H-O-M. Whom. B. Whose. W-H-O-S-E. Whose. C. Who. W-H-O. Who. Amisha. Who? Is correct. Who. Correct. Who is my friend? എന്റെ സുഹൃത്തായ ആൺകുട്ടി അവനാകുന്നു. Very good. Next question. കൃഷ്ണപ്രിയൻ ആൻസർ പറയേണ്ടത്. This is the person, P-E-R-S-O-N, person dash lives, L-I-V-E-S, lives in next, N-E-X-T, next street, S-T-R-E-E-T. I will tell you once more. This is the person dash lives in next street. Okay, Adil A, B, C. More answer. A. That. A, that. T-H-A-T. B. Whose. W-H-O-S-E. C. Whom. W-H-O-M. Whom. Yes. Krishnapriya. Whom ആണോ sir? Whom. Yes. Soumya. Soumya. That. Whom എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരല്ലേ കൃഷ്ണപ്രിയ? നോക്കി. This is the person.
that lives in the next street. ആ അടുത്ത സ്ട്രീറ്റ് താമസിക്കുന്നതായ പേഴ്സൺ ഇതാണ്. അപ്പൊ സൗമ്യ, ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. ദാറ്റ് അല്ല എങ്കിൽ അവിടെ വെക്കാവുന്ന വേറെ ഒരു റിലേറ്റീവ് പ്രോനൗൺ കൂടി പറയാം. WHO. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഹൂ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ ഞാൻ അവിടെ ഹൂ പറയാതിരുന്നത് ദാറ്റ് വരും, ഇത് കൺഫ്യൂഷൻ വരും. അതുകൊണ്ടാണ് ഒന്നുകിൽ ഹൂ അല്ലെങ്കിൽ ദാറ്റ് വെക്കാന്ന് വിചാരിച്ചത്. അപ്പൊ ഹൂ ഒഴിവാക്കിയതാണ്. ഹൂ വെച്ചുമ്പോൾ പറഞ്ഞ കറക്റ്റ് ആണ്. പക്ഷെ നമ്മുടെ ആൻസറിൽ ഹൂ ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമുക്ക് ദാറ്റ് എടുത്താൽ മതി. I come to next question. Question number 5. I did not. അടുത്തത് ആരാണ്? അക്ഷയ് മോൾ, അശ്മി മോൾ. I did not hear, 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 dash, you said, SAID, said. I will repeat the question. I did not hear, HEAR, കേൾക്കുക, dash, you said. അതിനിടയിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് 3 ആൻസർ, A, B, C. A എഴുതിക്കോ. A, which, WHICH. B, what, WHAT, what. C, whom, WHOM, whom. Ashmi, what, okay. What അല്ല പറഞ്ഞത് അശ്മി? What, WHAT. Okay, സമ്മതിച്ചു. ഓക്കെ, കറക്റ്റ് ആൻസർ. ഓക്കെ, I did not hear, ഞാൻ കേട്ടില്ല. What you said, എന്താണോ നിങ്ങൾ പറഞ്ഞത് അത് ഞാൻ കേട്ടില്ല. എന്താ നിങ്ങൾ പറഞ്ഞത് എന്താണോ അത്, അപ്പൊ എന്ത് എന്നുള്ളൊരു വാട്ട്. ഓക്കെ, അപ്പൊ ഞാനിവിടെ നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മിഡ് ടേം പരീക്ഷയ്ക്ക് ഈ മോഡലുള്ള ചോദ്യങ്ങളായിരിക്കും വരും. മിഡ് ടേം പരീക്ഷയ്ക്ക് വരുന്ന ഇംഗ്ലീഷിൽ നിന്ന് വരുന്ന 10 ചോദ്യങ്ങളിൽ ഈ മോഡൽ നിങ്ങൾ അതല്ലാതെ പഠിപ്പിച്ചത് അന്വേഷിച്ച് പോകേണ്ട. പരീക്ഷയ്ക്ക് ഈ മോഡലുള്ള ചോദ്യങ്ങൾ, അതായത് കറക്റ്റ് ടെൻസ് ഉപയോഗിക്കുക, ആർട്ടിക്കിൾ ഉപയോഗിക്കുക, റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുക, റിഫ്ലെക്സീവ് പ്രോനൗൺ ഉപയോഗിക്കുക, അങ്ങനെയുള്ള ആ കാര്യങ്ങൾക്ക് മിഡ് ടേം അല്ലേ, അത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ ആവക ചാപ്റ്ററുകൾ നമ്മൾ പഠിപ്പിച്ചില്ലേ, അതൊക്കെ നിങ്ങളൊന്ന് നോക്കിയില്ല. യെസ് സാർ, താങ്ക് യു സാർ. ഞാൻ എന്റെ മോളെ പഠിപ്പിക്കാനായിട്ട് നിർത്തിയേക്കുമായിരുന്നു. ഇംഗ്ലീഷ് എല്ലാം ഒന്നും കൂടി ക്വസ്റ്റ്യൻ ടാഗ് ഒക്കെ ഒന്നുകൂടെ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവളോട് പഠിപ്പിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കുമായിരുന്നു സാർ. താങ്ക് യു. പഠിച്ചു കയറണം. ഇത് മോളെ പഠിപ്പിക്കാനോ നമുക്ക്? അതെ, പഠിപ്പിക്കാം. അവള് +2 ഇപ്പൊ കഴിഞ്ഞു. ഇത് ഒരു രസകരമായ സംഭവം. ഞങ്ങള് കഴിഞ്ഞ MD ക്ലാസ്സിന്റെ ലാസ്റ്റ് ക്ലാസ്സില് ആണ് ഒരു കുട്ടിയോട് ഞാൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇംഗ്ലീഷ് ക്ലാസ്സിനെ കുറിച്ച് എന്ന് പറയാൻ പറഞ്ഞപ്പോ ഒരു കുട്ടി ഒന്നര കുട്ടി, സാറേ ഞങ്ങൾ സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഫാമിലി ആയിട്ടാണ്, ഞാനും പിള്ളേരും ഒക്കെ കൂടി വന്നിട്ടാണ് സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുന്നത്. അപ്പൊ ചില ഉത്തരങ്ങള് സാറ് പറയാമോ എന്ന് ചോദിക്കുമ്പോ ഞാൻ മിണ്ടാണ്ടിരിക്കുമ്പോ എന്റെ മകൾ പറയും നമുക്ക് പറയാനില്ല, നമുക്ക് പറഞ്ഞതെങ്കിൽ നമുക്കൊരു വലിയ ഗുഡ് കിട്ടിയില്ലേ, അപ്പൊ എന്തുകൊണ്ട് അമ്മ പറയാണ്ടിരുന്നത്? യെസ്, അപ്പോ പിള്ളേരെ നമുക്ക് പിടിച്ചെടുത്താം. ഇംഗ്ലീഷ് അല്ലേ, അവർ പഠിക്കട്ടെ. യെസ്, അവർക്കൊരു റിവൈൻഡിങ് ആവും. യെസ്, അവർ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടാവും, അത് ഇരുന്നോട്ടെ. നെയ്യപ്പത്തിന് നെയ്യ് കൂടിയാലേ അപ്പം മോശമാവില്ല, അപ്പം എന്താവുള്ളൂ, കുറച്ചുകൂടി ബെറ്റർ ആവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ ഇരിക്കട്ടെ, ഒരു അറിവും ചെറുതല്ല. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഒരിക്കലും കൂടി പറയുകയാണ്, നിങ്ങൾ നേരെ അന്വേഷിച്ചു പോകേണ്ട, ഇതേപോലെയുള്ള ചോദ്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു 5 ടൈപ്പ് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. മെയിൻ എക്സാമിനേഷൻ വരുമ്പോൾ 5 ടൈപ്പ് അല്ല, ഒരു 11-15 ടൈപ്പ് ചോദ്യമുണ്ട്. റോമൻ ലെറ്റർ നമുക്കിവിടെ 5 ഉള്ളൂ. മറ്റേതിന് വരുമ്പോൾ ഒരു 15-17 ടൈപ്പ് റോമൻ ലെറ്റർ തന്നെ വരും. അതിൻ്റെ ഉള്ളിൽ നിന്നായിരിക്കും വരിക. അപ്പൊ അത് നമുക്ക് ഫൈനൽ എക്സാമിനേഷനൊക്കെ അടുത്ത് വരുന്ന സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത് ശരിക്കും നോക്കുക. ഈ ചാപ്റ്റേഴ്സ് ആസ് വെൽ ആസ് പോലത്തെ അങ്ങനത്തെ കൺഫ്യൂഷൻ വരുന്ന ഇനി വേറെ ഗ്രാമർ ഉണ്ട് അതില്. ക്ലിയർ ആയില്ല.
ആസ് വെൽ ആസ് ഒക്കെ വന്നില്ല, അതേപോലെ പിന്നെ കൺഫ്യൂഷൻ വരുന്നത് ആ ക്വസ്റ്റ്യൻ ഇനി വരാനുണ്ടോ ചോദിക്കുക. അത് വരാറുണ്ട്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ. ഓ തന്ത്രപരമായി നടക്കുന്നത് കേട്ടോ. മോക്ക് ടെസ്റ്റിൽ തന്നതിൽ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടിലുണ്ട് സർ എല്ലാവർക്കും. കുറെ ആള് ആമൈ കറക്റ്റ് ആണ്. ആമിന്റെ എന്ന് പറയില്ല. അല്ല, അതിൽ ആറിന്റെ ആയിന്ന് പറയൂ. ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോ അങ്ങനെയാണോ പറയാ? ഇല്ല, ആമിന്റെ പറയില്ല. ആമിന്റെ എന്ന് എഴുതേണ്ട സ്ഥലത്ത് എല്ലായിടത്തും ആറിന്റെ എഴുതാം. ആറിന്റെ ARE ആമിന്റെ എന്ന് പറയില്ല, ആറിന്റെ. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലല്ലോ എക്സാമിന്. ഇല്ലല്ലോ സാർ. ഇപ്പൊ ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലല്ലോ. ക്വസ്റ്റ്യൻ ടാഗ് ഇല്ലല്ലോ എക്സാമിന്. ഇല്ല. സർ ഇന്നലെ ഇട്ട മോക്ക് ടെസ്റ്റിൽ ഒരു ക്വസ്റ്റ്യൻ ഡൗട്ടിലുണ്ട് സർ. മീൻസ് പകുതി ആള് ഇറ്റ് സെൽഫ്, പകുതി ആള് ഹർ സെൽഫ്. ക്വസ്റ്റ്യൻ വായിക്കാം, അതിന്റെ ആൻസർ എന്തെന്ന് പറയാമോ സർ? She want to complete her project today. Herself, itself, himself. ഞമ്മ herself കൊടുത്തപ്പോ അതിൽ ആൻസർ itself എന്ന് കാണിച്ചു. അപ്പൊ അത് പ്രൊജക്ടിന് മെയിൻ ആക്കണാണ് itself ആയിരിക്കൂലേ? She wants to complete the project today. അല്ലേ? ഇന്ന് തന്നെ ടുഡേയുടെ അത് കൺഫ്യൂഷൻ ആവുമെന്ന് വിചാരിച്ചു. കറക്റ്റ് ആണത്. അപ്പൊ കൺഫ്യൂഷൻ വന്നു എന്ന് അനുഗതി ചോദിച്ചാൽ അനുഗതിക്ക് പ്രത്യേക അവള് ഇന്ന് തന്നെ പൂർത്തിയല്ല, ഇന്ന് തന്നെ. അതാണ് itself. Okay, Anjita, I appreciate you very much. Very good. So answer is itself, അല്ലേ sir? Okay sir. Thank you. Okay. Yes. അപ്പോ പരീക്ഷയൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. പരീക്ഷയെ വളരെ എന്താ പറയാ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമുക്ക് നേരിട്ട് തോപ്പിക്കാം. യെസ്. ഓക്കെ. ഓക്കെ അനികിത. യെസ്. ഇനി ആരാണ് ഇന്നത്തെ സൈൻ ഓഫ്? അതിൽ ആ മൈക്ക് അതൊന്ന് ശരിയാക്കി പിടിച്ചു പറഞ്ഞ ക്ലാരിറ്റി വന്നില്ല. യെസ്. അതിലൊക്കെ എന്തോ സംശയം പറയാനുണ്ട്. കാരണം എന്താ വെച്ചാൽ അതിലെ പോയി ഒന്ന് റെഡിയാക്കി വരാൻ വേണ്ടി ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്താണ്. യെസ്. പറഞ്ഞോളൂ. അതില് അടുത്ത ആഴ്ച കൂടി ഉണ്ടല്ലോ സർ ഒരു ക്ലാസ്. അടുത്ത ആഴ്ച ഒരു ക്ലാസ്സും കൂടി ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ ഇന്നത്തെ പോലെ അന്ന് വിട്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാവല്ലോ. യെസ്. ഓക്കെ. അപ്പൊ ഒരു കാര്യം നമുക്ക് ഇനി ക്ലാസ് ഞാനിപ്പോ ഒരു കഷ്ടകാലത്തിന് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അടുത്ത ആഴ്ചയുടെ ലീവ് എടുക്കേണ്ടി വന്നു വിചാരിക്കും. എടുക്കില്ല. സപ്പോസ് അങ്ങനെ വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിലേക്ക് വരാൻ പറ്റാണ്ട് വന്നാൽ, അല്ലെങ്കിൽ അന്ന് നമ്മുടെ ഇവിടുത്തെ നെറ്റ് പണി മുടക്കിയാൽ പ്രശ്നമല്ലേ? അപ്പൊ അതുകൊണ്ട് എപ്പോഴും നമ്മൾ എല്ലാ കാര്യങ്ങളും കുറച്ച് അഡ്വാൻസ് കയറ്റണം. കാരണം നമ്മൾ ആശ്രയിക്കുന്നത് എന്തിനാണ്? നെറ്റ് പല കാര്യം അങ്ങനെ വന്നിട്ടുണ്ട്. ഒരു ദിവസം വന്നപ്പോൾ കംപ്ലീറ്റ് നെറ്റ് ഇല്ല. പിന്നെ വൈകുന്നേരം വന്നു. അപ്പൊ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. യെസ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? മനസ്സിൽ സാറ് ഇതൊക്കെ പറഞ്ഞിട്ട് അവസാന സമയത്തേക്ക് മാറ്റി വെച്ചതാണ് ഈ പണി മുഴുവൻ ഉണ്ടാക്കിയത് പറയില്ലേ? ജീവിതത്തിൽ എപ്പോഴും എന്ത് ചെയ്യാം? എപ്പോഴെങ്കിലും കുറച്ച് നേരത്തെ എല്ലാം പ്ലാൻ ചെയ്യാം. കാരണം ആ ഗ്രിമ്മിൽ വെച്ച് കഴിഞ്ഞാലേ നമുക്ക് എന്താ പറയാ കഷ്ടകാലം നമ്മുടെ കൂടെയൊക്കെ വലിയ കറക്റ്റ് ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ നടന്നു പോകുമ്പോഴേക്കും ആ തേങ്ങ വീഴും. ആ തേങ്ങ കറക്റ്റ് നമ്മുടെ തലയിൽ തന്നെ വീഴും. എന്നാൽ കുറച്ച് നേരത്തെ വീഴും, വീഴില്ല. യെസ്. അല്ലെങ്കിൽ കുറച്ച് വൈകി വീഴും, വീഴും. അപ്പൊ ഇന്നിപ്പോഴും ഞാൻ അഡ്വാൻസ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ക്ലാസ്സിലും കൂടി നമുക്ക് അടുത്ത് നമുക്ക് പറയുമ്പോൾ നമുക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഓക്കെ. അതിനെ പേടിക്കേണ്ട, ഡോണ്ട് വറി. അങ്ങനെ നമുക്ക് ഇതിനകത്ത് ഇംഗ്ലീഷിൽ 10 ചോദ്യങ്ങൾ ഉണ്ടാവുള്ളൂ. 10 ചോദ്യങ്ങൾക്ക് നമുക്ക് തന്നെ ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ മറ്റ് ഇതായിരിക്കും. ഒരു ചോദ്യത്തിന് 2 മാർക്ക് വെച്ച് നിങ്ങൾക്ക് ലഭിക്കും. യെസ്. അപ്പൊ 10×2 20 മാർക്ക് നിങ്ങൾക്ക് ഈ ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ എല്ലാവരും പിന്നീട് അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ എന്നോട് പറഞ്ഞു, സാറേ എന്റെ
10 ചോദ്യത്തിന് 10 എണ്ണമേ ശരിയായി. എനിക്ക് 9 എണ്ണം, എനിക്ക് 8 എണ്ണം എന്നൊക്കെ പറയണം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, ഓക്കെ അങ്കിത. യെസ്, ഓക്കെ സിയ. സൈൻ ഓഫിലേക്ക് പറയൂ. ഞാൻ പറയാം സർ. യെസ്, പറഞ്ഞോളൂ സ്റ്റോറി. Good afternoon, sir. Good afternoon, my friends. We got an opportunity to rethink our sessions, and today the revision test is very helpful for us. Thank you so much, sir. It's very helpful for everyone. I hope we can attend the exam very easily. So practice well. Thank you, sir. Thank you so much. Okay, okay, Shoniva. We will meet in the next class. Okay, bye. Thank you, sir. Thank you, sir. Okay, okay. Thank you, sir.